ഓക്കെ ഫ്രണ്ട്സ്, അഭാജ്യ സംഖ്യയുമായി ബന്ധപ്പെട്ട രണ്ട് എക്സ്ട്രാ ക്വസ്റ്റ്യനും കൂടി നമുക്ക് പരിചയപ്പെടാം. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? 4 അഭാജ്യ സംഖ്യകളുടെ തുക 57. 4 അഭാജ്യ സംഖ്യയുടെ തുക തുടർച്ചയായത് എന്ന് പറഞ്ഞിട്ടില്ല, ആദ്യത്തെ 4 എന്ന് പറഞ്ഞിട്ടില്ല, ഏതൊക്കെയോ 4 അഭാജ്യ സംഖ്യയുടെ തുക എന്ന് പറഞ്ഞാൽ ഇത് 4 കൂട്ടുക, അത് 57ആണ്. അപ്പം 4 അഭാജ്യ സംഖ്യയുടെ തുക 57 ആണെങ്കിൽ അതിലെ ചെറിയ സംഖ്യ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് ഈ എക്സും വൈ ഒന്നും എടുത്ത് ചെയ്തു നോക്കാനൊന്നും പറ്റത്തില്ല. കാരണം ഏതൊക്കെയോ 4 എണ്ണമാണ്, തുടർച്ചയാതൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ശ്രമം നടത്തി നോക്കാമായിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതോ 4 അഭാജ്യ സംഖ്യയുടെ തുക 57 ആണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അഭാജ്യ സംഖ്യകൾ എല്ലാം ഒറ്റ സംഖ്യകളാണ്, ഒന്നൊഴികെ അല്ലേ, 2 ഒഴികെ. 2 എന്ന സംഖ്യ ഒഴികെ ബാക്കിയുള്ള അഭാജ്യ സംഖ്യകളെല്ലാം ഒറ്റ സംഖ്യകളാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് 2 ഒറ്റ സംഖ്യയുടെ തുക ഒരു ഇരട്ട സംഖ്യ ആയിരിക്കും, 4 ഒറ്റ സംഖ്യയുടെ തുകയും ഇരട്ട സംഖ്യ ആയിരിക്കും, 6 ഒറ്റ സംഖ്യയുടെ തുകയും ഇരട്ട സംഖ്യ ആയിരിക്കും. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒറ്റ സംഖ്യയിൽ പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ട് ഏതെങ്കിലും 2 ഒറ്റ സംഖ്യയുടെ തുക അതൊരു ഇരട്ട സംഖ്യ ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും 2 ഒറ്റ സംഖ്യയുടെ വ്യത്യാസവും അതൊരു ഇരട്ട സംഖ്യ ആയിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട്. 2 ഒറ്റ സംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു ഇരട്ട സംഖ്യയാണ് കിട്ടേണ്ടത്, അല്ലെങ്കിൽ 4 ഒറ്റ സംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു ഇരട്ട സംഖ്യയാണ് കിട്ടേണ്ടത്. പക്ഷേ ഇവിടെ 4 എണ്ണം കൂട്ടിയപ്പോൾ നമുക്ക് ഇരട്ട സംഖ്യ അല്ല കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത് 4ഉം ഒറ്റ സംഖ്യ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ മതി. 4ഉം ഒറ്റ സംഖ്യ അല്ലെങ്കിൽ ഇതിലേതോ ഒരു ഇരട്ട സംഖ്യ വന്നിട്ടുണ്ട് എന്നല്ല എൻ്റെ അർത്ഥം. അഭാജ്യ സംഖ്യയിൽ ഒരൊറ്റ ഇരട്ട സംഖ്യയുള്ളൂ, അത് ഏത് മാത്രമാണ്? 2 മാത്രമാണ്. അതുകൊണ്ട് ഇതിൽ ഏറ്റവും ചെറിയ സംഖ്യ, അതിനേക്കാൾ ചെറിയ അഭാജ്യ സംഖ്യ വേറെ ഇല്ലതാണ്. അതുകൊണ്ട് നമ്മുടെ ഉത്തരം 2 എന്നാണ്. കാര്യങ്ങൾ മനസ്സിലായല്ലോ. അതായത് 4 അഭാജ്യ സംഖ്യകൾ കൂട്ടുമ്പോൾ അഭാജ്യ സംഖ്യകൾ എല്ലാം തന്നെ ഒറ്റ സംഖ്യകളാണ്. ആദ്യത്തെ 2 ഒഴികെയുള്ള എല്ലാ അഭാജ്യ സംഖ്യകളും ഒറ്റ സംഖ്യകളാണ്. 4 ഒറ്റ സംഖ്യകൾ കൂട്ടിയാൽ ഇരട്ട സംഖ്യയാണ് കിട്ടേണ്ടത്. പക്ഷെ ഇവിടെ തന്നത് ഒറ്റ സംഖ്യയാണല്ലോ എന്ന് പറഞ്ഞാൽ ഈ 4ഉം ഒറ്റ സംഖ്യയല്ല, അതിലേതോ ഒരു ഇരട്ട സംഖ്യ വന്നിട്ടുണ്ട് എന്നർത്ഥം. അഭാജ്യ സംഖ്യയിൽ ഒരു ഇരട്ട സംഖ്യ മാത്രമേ ഉള്ളൂ, അത് 2 ആണ്. അത് തന്നെയാണ് അഭാജ്യ സംഖ്യയിലെ ഏറ്റവും ചെറുതും, അതിനേക്കാൾ ചെറുത് വേറെ ഇല്ല. അതുകൊണ്ട് ഉത്തരത്തിനാണ് 2. ഞാൻ ആ ചോദ്യം റിപ്പീറ്റ് ചെയ്യാണ്, എഴുതിയെടുക്കണം. ചോദ്യം എങ്ങനെയാണ്? 4 അഭാജ്യ സംഖ്യകളുടെ തുക 57 ആണെങ്കിൽ അതിലെ ചെറിയ സംഖ്യ ഏത്? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. 4 അഭാജ്യ സംഖ്യകൾ ആരോഹണക്രമത്തിൽ എഴുതിയിരിക്കുന്നു. 4 അഭാജ്യ സംഖ്യകൾ ആരോഹണക്രമത്തിൽ എഴുതിയിരിക്കുന്നു. ആദ്യത്തെ ഞാനിവിടെ 4 അഭാജ്യ സംഖ്യക്ക് ഞാൻ പേര് കൊടുക്കുകയാണ്, ABCD എന്ന് പേര് കൊടുക്കുകയാണ്. കാരണം അഭാജ്യ സംഖ്യ ആയതുകൊണ്ട് നമുക്ക് A+1 A+2 എന്ന് എഴുതാൻ പറ്റില്ല, കാരണം ഒരു നിശ്ചിത സംഖ്യ കൂടിയിട്ടൊന്നും വരുന്ന സംഖ്യകളല്ല അഭാജ്യ സംഖ്യ. ഓക്കെ, അപ്പോൾ ഏതോ 4 അഭാജ്യ സംഖ്യ ഞാൻ ABCD എന്ന് കൊടുത്താം. ഓക്കെ, 4 അഭാജ്യ സംഖ്യകളുടെ തുക 4 അഭാജ്യ സംഖ്യകൾ ആരോഹണ ക്രമത്തിൽ എഴുതിയിരിക്കുന്നു. ആദ്യത്തെ 3 അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം 385. ആദ്യത്തെ 3 എണ്ണം, അതായത് A × B × C = 385. ഓക്കെ അല്ലേ? പിന്നെന്ത് പറഞ്ഞിരിക്കുന്നു? ആദ്യത്തെ 3 അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം 385 എഴുതിയിരിക്കണേ, കുസ് എഴുതിയിരിക്കണം. 385ഉം അവസാന 3 അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം 1001. അവസാന 3 അഭാജ്യ സംഖ്യ ഏതാണ്? അവസാനത്തെ 3 ഇത് അല്ലേ, B × C × D, അതിൻ്റെ ഗുണനഫലം 1001 ആണ്. 1001 ആയാൽ വലിയ സംഖ്യ ഏതാണ്? ഇതാണ് ചോദ്യം. അപ്പോൾ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത്. 4 അഭാജ്യ സംഖ്യകൾ ആരോഹണ ക്രമത്തിൽ എഴുതിയിരിക്കുന്നു. ആദ്യത്തെ 3 അഭാജ്യ ആരോഹണക്രമം എന്ന് പറയുന്നത് ആദ്യം ചെറുത്, പിന്നെ വലുത്, പിന്നെ വലുത്. ഇതായിരിക്കും ഏറ്റവും ചെറുത്, ഇതായിരിക്കും ഏറ്റവും വലുത്. അതാണ് ആരോഹണക്രമം എന്ന് പറഞ്ഞാൽ കേട്ടോ. ഓക്കെ, ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതുന്നതാണ് ആരോഹണക്രമം. ഓക്കെ, ആരോഹണക്രമത്തിൽ എഴുതിയിരിക്കുന്നു. ആദ്യത്തെ 3 അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം 385, അവസാനത്തെ 3 അഭാജ്യ സംഖ്യയുടെ ഗുണനഫലം 1001 ആയാൽ വലിയ സംഖ്യ, അതായത് ഡിയുടെ വാല്യൂ ആണ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം.
അപ്പോൾ 385/1001. ഓക്കെ, ഈ സമം നമുക്ക് സെൻട്രൽ അങ്ങോട്ട് കൊടുക്കാം. ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിനോണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി അല്ലേ? ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും CC കിട്ടും അല്ലേ? താഴെയും മുകളിലും ഒരുപോലുള്ള സംഭവങ്ങളൊക്കെ വെട്ടിക്കളയാൻ പറ്റും. അതുപോലെ ബിയും വെട്ടാം. അപ്പം നമുക്ക് A/D എന്ന് കിട്ടും. അതുപോലെ ഇതും നമുക്ക് വെട്ടണം. ഇങ്ങനെയൊക്കെ വലിയ സംഖ്യ വരുമ്പോൾ ഇതിനാണ് നമ്മൾ ഹരണ സാധ്യത പഠിക്കുന്നത് അല്ലേ? ഏതൊക്കെ സംഖ്യകൾ കൊണ്ട് വെട്ടാൻ പറ്റും എന്നൊക്കെ അറിയാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഈ 5 3 കൂട്ടിയ 8 അല്ലേ? നടുക്കുള്ളത് 8 അല്ലേ? 8 8 കുറച്ച 0 അല്ലേ? അപ്പോൾ അത് 11ന്റെ ഗുണിതാണ്. അതെങ്ങനെ മനസ്സിലായത്? ഒന്നിടവിട്ടുള്ള സംഖ്യകളുടെ തുക അല്ലേ? അതായത് ഇങ്ങനെ വരികയാണെങ്കിൽ ഓക്കെ, നമ്മളത് ഇപ്പം സമയം കളയുന്നില്ല, നമ്മൾ ഹരണക്രിയ പഠിക്കുന്നുണ്ട്. അതായത് ഈ 5 3 കൂട്ടി, ഈ 3 5 കൂട്ടിയൊക്കെ 8, ആ 8ന്ന് ഈ 8 കുറച്ച് 0യോ അല്ലെങ്കിൽ 11ന്റെ ഗുണിതങ്ങളൊക്കെ വരികയാണെങ്കിൽ അത് 11ന്റെ ഗുണിതമായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തോട്ടാ 385 11 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 385നെ 11 കൊണ്ടൊന്ന് ഹരിച്ചു നോക്കാം അല്ലേ? ഓക്കെ, 385നെ 11 കൊണ്ട് ഹരിച്ചു നോക്കണം. 38ൽ എത്ര 11 ഉണ്ട്? 3 3 11 33. 38ന്ന് 33 കുറച്ചാൽ 5 5 എഴുതി 5 11 55. ഓക്കെ, അപ്പോൾ ഞാനൊരു മാറ്റാം. അപ്പോൾ നമുക്കിവിടെ 385 എന്ന് പറയുന്നത് 11ന്റെ ഗുണിതാണ്. 35ഉം 11ഉം ഗുണിച്ചതാണ് 385 എന്ന് കിട്ടി. ഓക്കെ, ഇനി താഴെ 1001ന് നമുക്ക് 11 കൊണ്ട് ഹരിക്കാൻ പറ്റും അല്ലേ? നോക്കിക്കേ, ഒന്നിടവിട്ടുള്ള സംഖ്യ നോക്കിയേ, 1 0 കൂട്ടി, അപ്പോൾ 1. ഇനി ഈ 1 0 കൂട്ടി 1 1 1 കുറച്ചാൽ 0, അതുകൊണ്ട് ഇതും 11ന് ഗുണിതാണ്. ഓക്കെ, അപ്പോൾ 1001നെ 11 കൊണ്ട് ഹരിക്കാം. 10ൽ എത്ര 11 ഉണ്ട്? ഇല്ല. 100ൽ എത്ര 11 ഉണ്ട്? 9 11 99. 100ന്ന് 99 കുറച്ച 1 1.5 എഴുതി. 11ൽ എത്ര 11 ഉണ്ട്? 1 ഒരു 11 11. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എത്ര കിട്ടി? 91 ഗുണിക്കണം 11. 91 ഗുണിക്കണം 11. അപ്പോൾ മുകളിലെ 11 താഴെയുള്ള 11 വെട്ടിക്കളയാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എങ്ങനെ കിട്ടുമെന്ന് അറിയാം. ഇവിടെ നമുക്ക് അവസാനം വന്നിരിക്കുന്നത് ഇവിടെ A/D = മുകളിൽ 35/91 എന്ന് കിട്ടി. ഇത് നമുക്ക് ചെറുതാക്കാൻ പറ്റും. കാരണം 35 എന്ന് പറഞ്ഞാൽ 7ന്റെ ഗുണിതാണ്. 91 നിങ്ങൾ പറഞ്ഞ 91 അഭാജ്യ സംഖ്യയാണോ? അല്ല അല്ലേ? നമ്മൾ പഠിച്ചിട്ടില്ലേ 90 മുതൽ 100 വരെയുള്ള സംഖ്യകളിൽ ഒരൊറ്റ നമ്പർ മാത്രമേ അഭാജ്യ സംഖ്യ ഉള്ളൂ. അതേതാണ്? 97 എന്തുകൊണ്ടാണ് 91 അഭാജ്യ സംഖ്യ അല്ലാത്തത്? എന്തുകൊണ്ടായിരുന്നു? 91 7ന്റെ ഗുണിതാണ്. അതുകൊണ്ടാണ് 91 അഭാജ്യ സംഖ്യ അല്ലാത്തത്. പ്രത്യേകം ശ്രദ്ധിക്കുക, 90 മുതൽ 100 വരെ അതിൻ്റെ ഇടയിൽ ഒരു അഭാജ്യ സംഖ്യ മാത്രമേ ഉള്ളൂ, 97 മാത്രമേ ഉള്ളൂ കേട്ടോ. 91 അഭാജ്യ സംഖ്യയിൽ എന്താണെന്ന് കാരണം ചോദിച്ചു കഴിഞ്ഞാൽ 90 എന്ന് പറഞ്ഞാൽ 7 ഗുണിക്കണം 13 13 7 ഗുണിച്ചാൽ 91 കിട്ടും. അതുകൊണ്ടാണ് 91 അഭാജ്യ സംഖ്യ അല്ലാത്ത കേട്ടോ. 35 എന്ന് പറഞ്ഞാൽ 7 ഗുണിക്കണം 5 അല്ലെ 35. അപ്പം മുകളിൽ 7 താഴെ 7 വെട്ടി. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി A/D = മുകളിൽ 5/13. ആൻസർ കിട്ടിക്കഴിഞ്ഞു. അതായത് A = 5, D = 13. അതാണ് അതിൻ്റെ ഉത്തരം. A എന്ന് പറഞ്ഞാൽ ഇതിലെ ചെറിയ സംഖ്യ 5 ആണ്. D എന്ന് പറഞ്ഞാൽ വലിയ സംഖ്യ, അതാണ് 13. നമ്മളോട് ചോദിച്ചിരിക്കുക ആ ചോദ്യം ഞാൻ ഒന്നുകൂടി വായിക്കുന്നുണ്ട്. 4 അഭാജ്യ സംഖ്യകൾ ആരോഹണ ക്രമത്തിൽ എഴുതിയിരിക്കുന്നു. ആദ്യത്തെ 3 അഭാജ്യ സംഖ്യയുടെ ഗുണനഫലം 385ഉം അവസാന 3 അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം 1001 ആയാൽ വലിയ സംഖ്യ ഏത് എന്ന് ചോദിച്ചു. വലിയ സംഖ്യ നമുക്ക് 13 എന്ന് കിട്ടി. ഇനി ചെറിയ സംഖ്യ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അതെത്രയാണ്? 5 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ അഭാജ്യ സംഖ്യയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കണക്കുകളെല്ലാം ഇവിടെ തീർന്നിരിക്കുകയാണ്.